അയ്യപ്പചരിതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായമാണ് പുലിപ്പാൽ കൊണ്ടുവരാനായി മണികണ്ഠൻ വനത്തിലേക്ക് നടത്തുന്ന യാത്ര. രാജ്ഞിയുടെ വ്യാജമായ വയറുവേദന മാറ്റാൻ പുലിപ്പാൽ വേണമെന്ന വൈദ്യന്റെയും മന്ത്രിയുടെയും ഗൂഢാലോചനയെ തുടർന്ന് പന്തളം രാജാവിന്റെ വിലക്കുകളെപ്പോലും അവഗണിച്ച് മണികണ്ഠൻ വനത്തിലേക്ക് തിരിച്ചു. കാട്ടിൽ പോയി മഹിഷി നിഗ്രഹം പൂർത്തിയാക്കി. ദേവന്മാരുടെ സഹായത്തോടെ പുലിക്കൂട്ടങ്ങളുമായി മടങ്ങിവന്ന മണികണ്ഠൻ അല്പനേരം വിശ്രമിച്ച പുണ്യസ്ഥലമാണ് പന്തളം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്ന മണികണ്ഠനാൽത്തറ. പുലിക്കൂട്ടങ്ങളുമായി വരുന്ന ബാലനായ മണികണ്ഠനെ കണ്ട് പരിഭ്രാന്തരായ നാട്ടുകാർക്ക് ആ ദൃശ്യം ഭയജനകമായിരുന്നുവെങ്കിലും മണികണ്ഠൻ തികഞ്ഞ ശാന്തതയോടെ താൻ വളർന്ന മണ്ണിലെ പരിചിതമായ ആൽമരത്തിന്റെ തണലിലിരുന്നു. തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായതിന്റെ ആത്മസംതൃപ്തി ഭഗവാൻ അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു അത്. പന്തളം കൊട്ടാരത്തിനും വലിയ കോയിക്കൽ ക്ഷേത്രത്തിനും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മണികണ്ഠനാൽത്തറ ഒരു ചരിത്ര സ്മാരകം മാത്രമല്ല, വിശ്വാസികളുടെ അത്താണിയും പുണ്യസങ്കേതവുമാണ്. മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ ഈ പ്രദേശം ഭക്തിസാന്ദ്രമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു. അയ്യപ്പചരിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടായ പുലിപ്പാൽ തേടിയുള്ള യാത്രയുടെയും മടക്കയാത്രയുടെയും സ്മരണകളിരമ്പുന്ന ഈ ആൽത്തറയിൽ തീർത്ഥാടന കാലത്ത് വിശേഷാൽ പൂജകളും ആചാരങ്ങളും നടക്കാറുണ്ട്. ഈ കാലയളവിൽ മണികണ്ഠനാൽത്തറയിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായി കരുതപ്പെടുന്നത് നിത്യേനയുള്ള അന്നദാനമാണ്. അന്നദാന പ്രഭു എന്നറിയപ്പെടുന്ന മണികണ്ഠന്റെ മണ്ണിൽ ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് വിശപ്പടക്കാൻ സാധിക്കുന്നുവെന്നത് ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. അയ്യപ്പൻ നേരിട്ട് വിശ്രമിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ സ്ഥലത്ത് വെച്ച് നൽകുന്ന അന്നം കഴിക്കുന്നത് ഭഗവാന്റെ പ്രസാദമായി ഭക്തർ കരുതുന്നു. മണ്ഡലകാലത്തെ 41 ദിവസങ്ങളിലും തുടർന്ന് മകരവിളക്ക് വരെയും മുടങ്ങാതെ നടക്കുന്ന ഈ അന്നദാനം ഭക്തജനങ്ങളുടെയും പ്രാദേശിക സംഘടനകളുടെയും സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. അന്നദാനത്തിനൊപ്പം തന്നെ പ്രത്യേക പൂജകൾ, ഭജനകൾ, ശനിയാഴ്ചകളിലെ വിശേഷാൽ ചടങ്ങുകൾ എന്നിവയും മണികണ്ഠനാൽത്തറയെ ഭക്തിയുടെ ഉത്തുംഗത്തിലെത്തിക്കുന്നു. ഇന്നും ആത്മീയമായ വലിയ പ്രാധാന്യമാണ് ഈ ആൽത്തറയ്ക്ക് കൽപ്പിക്കപ്പെടുന്നത്. അയ്യപ്പന്റെ ജന്മസ്ഥലവും വളർന്ന സ്ഥലവും പന്തളം രാജകൊട്ടാരമായി കേന്ദ്രീകരിച്ചാണ്. മാതാവിന് അസുഖം വന്ന സമയത്ത് പുലിപ്പാൽ ആവശ്യപ്പെടുകയും പുലിപ്പാലിനായി വേണ്ടി അദ്ദേഹം പുറപ്പെടുകയും പുലിയെയും കൂട്ടി അദ്ദേഹം ഈ ആൽത്തറയ്ക്ക് സമീപമാണ് വന്നതെന്നാണ് സങ്കല്പം. അന്ന് മുതൽ തന്നെ ഇവിടെ വിളക്ക് വെച്ച് ആരാധനയുണ്ടായിരുന്നു. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ ഇവിടെയും വിളക്ക് വെച്ച് ആരാധനയുണ്ടായിരുന്നു. 1945 മുതലാണ് ഇത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഇതിൻ്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഈ നിലയിലേക്ക് ഈ ക്ഷേത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളർന്നു വന്നിട്ടുള്ളത്. വൃശ്ചിക 1-ാം തീയതി മുതൽ 56 ദിവസം ഇവിടെ തുടർച്ചയായി അന്നദാനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ച് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നതിന് മണികണ്ഠനാൽത്തറ ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണവും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകുന്നുണ്ട്. പുലിവാഹകനായ അയ്യപ്പൻ്റെ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾക്കും പരാധീനതകൾക്കും പണ്ടുകാലം മുതൽ തന്നെ ഈ നാട്ടിലൊരു സംസാരമുണ്ട്, മണികണ്ഠ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാം മാറിക്കിട്ടുമെന്നുള്ളത്. ആ സങ്കല്പം 100% ശരിയാണെന്നുള്ള തെളിയിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ പറയാൻ കഴിയുന്നുണ്ട്. അതൊക്കെയാണ് മണികണ്ഠനാൽത്തറ ക്ഷേത്രത്തുമായിട്ടുള്ള സങ്കല്പവും വിശ്വാസവും. അയ്യപ്പൻ നേരിട്ട് സ്പർശിച്ച ഇടമെന്ന നിലയിൽ ഈ ആൽത്തറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത് രോഗശമനത്തിനും മാനസിക സമാധാനത്തിനും ഉത്തമമാണെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. മകരവിളക്ക് ഘോഷയാത്ര കടന്നു പോകുമ്പോൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ ആൽത്തറയിൽ പ്രത്യേക സ്വീകരണങ്ങൾ നൽകുന്നു. കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ആൽത്തറയിലെ ഈ പ്രത്യേക വണങ്ങൽ ചടങ്ങ് വളരെ വികാരാധീനമായൊരു കാഴ്ചയാണ്. തന്റെ വളർത്തച്ഛനായ രാജാവിനോടും നാടിനോടും യാത്ര പറഞ്ഞു പോകുന്ന മണികണ്ഠനെ ഭക്തർ ഈ ആൽത്തറയിൽ വച്ചാണ് അവസാനമായി മനമുരുകി പ്രാർത്ഥിച്ച് യാത്രയാക്കുന്നത്. ചരിത്രവും വിശ്വാസവും ഇടചേരുന്ന ഈ കേന്ദ്രം മണികണ്ഠന്റെ ത്യാഗത്തിന്റെയും വിജയത്തിന്റെയും നിത്യസ്മാരകമായി ഇന്നും നിലകൊള്ളുന്നു.